വാട്സപ്പ് നമ്മൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാട്സപ്പിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കേണ്ട 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായിട്ട് നോക്കാൻ പോകുന്നത്. വാട്സപ്പിലെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, മെസ്സേജുകൾ, പ്രൊഫൈൽ ഫോട്ടോ, സ്റ്റാറ്റസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സേഫായി ഇരിക്കാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സെറ്റിംഗ്സിൽ നമുക്ക് ഓപ്ഷനുകൾ എനേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കും. വളരെ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയാണിത്. വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുവഴി നിങ്ങൾ അയക്കുന്നവർക്കും വാട്സപ്പ് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഞാനിവിടെ വാട്സപ്പിന്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഏറ്റവും മുകളിലായി കാണുന്ന ആ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും താഴെയായി കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായിട്ട് കാണുന്ന പ്രൈവസി എന്ന ഓപ്ഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായി ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ട് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റുകൾ മറ്റുള്ളവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വാട്സപ്പിൽ വന്നുപോയ സമയം ലാസ്റ്റ് സീൻ എന്ന് ഇതുപോലെ കാണിക്കാറുണ്ട്. അതേപോലെ അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഉണ്ടെങ്കിൽ ഓൺലൈൻ എന്നും ഇതുപോലെ കാണിക്കാറുണ്ട്. അത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വാട്സപ്പിൽ വന്നുപോയിട്ടും മറ്റുള്ളവരുടെ മെസ്സേജുകൾ എന്തുകൊണ്ട് ഓപ്പൺ ചെയ്തില്ല എന്ന് മറ്റുള്ളവർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് സീനും ഓൺലൈനും മറ്റുള്ളവർ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് പല രീതിയിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ആ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഏറ്റവും മുകളിൽ എവരിവൺ എന്ന ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക. അതേപോലെ താഴെ ഒരു എവരിവൺ ഉണ്ട്, അതും സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവ സെലക്ട് ആയി കിടക്കുന്നത് കൊണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൈവശമുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ ലാസ്റ്റ് സീനും ഓൺലൈനും അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അതിന് താഴെയുള്ള മൈ കോൺടാക്ട്സ് എന്ന ഓപ്ഷനാണ് ഇതുപോലെ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറുകൾക്ക് മാത്രമേ നമ്മുടെ ലാസ്റ്റ് സീൻ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിന്റെ താഴത്തെ ഓപ്ഷനും അടിയിലായിട്ട് വരുന്ന നോബഡി എന്ന ഈ ഓപ്ഷനാണ് നമ്മൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കുന്നതെങ്കിൽ ആർക്കും തന്നെ നമ്മുടെ ലാസ്റ്റ് സീൻ അറിയാൻ സാധിക്കുന്നതല്ല. ഇനി അതിന് മുകളിലുള്ള മൈ കോൺടാക്ട്സ് എക്സെപ്റ്റ് എന്ന ഓപ്ഷനാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോൺ കോൺടാക്റ്റിലുള്ള എല്ലാ വാട്സപ്പ് നമ്പറുകളും ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന കുറച്ച് നമ്പറുകൾ ഞാൻ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതുപോലെ റെഡ് കളറിൽ ടിക്ക് മാർക്ക് വരുന്നതാണ്. അങ്ങനെ ഞാൻ കുറച്ച് നമ്പറുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായി കാണുന്ന ആ ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്കിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ആരെയൊക്കെ സെലക്ട് ചെയ്തുവോ അവർക്കൊന്നും എന്റെ ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കുകയില്ല. അതേസമയം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാത്ത എന്റെ ഫോൺ കോൺടാക്റ്റിലുള്ള മറ്റ് വാട്സപ്പ് നമ്പറുകൾക്കൊക്കെ എന്റെ ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ വീണ്ടും ആ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ താഴെ ഹൂ ക്യാൻ സീ വെൻ ഐ എം ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിന്റെ താഴെ എവരിവൺ, സെയിം ആസ്, ലാസ്റ്റ് സീൻ തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവരിവൺ ആണ് സെലക്ട് ആയി കിടക്കുന്നതെങ്കിൽ എല്ലാവർക്കും തന്നെ ഞാൻ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിന് താഴെയുള്ള സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന ഓപ്ഷനാണ് ഞാൻ ഇതുപോലെ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മുകളിൽ ലാസ്റ്റ് സീന്റെ 4 ഓപ്ഷനുകൾ ഉണ്ടല്ലോ, അതിൽ ഏതാണോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഓൺലൈനും സംഭവിക്കുക. അതായത് നോബഡിയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്നതെങ്കിൽ ആർക്കും ലാസ്റ്റ് സീനും ഓൺലൈനും കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മൈ കോൺടാക്ട്സ് എക്സെപ്റ്റ് ആണെങ്കിൽ ഞാൻ അതിൽ എത്ര പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും പേർക്ക് ഓൺലൈൻ കാണാൻ സാധിക്കില്ല. ഇനി മൈ കോൺടാക്ട്സ് ആണെങ്കിൽ എൻ്റെ ഫോൺ കോൺടാക്ട്സിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറുകൾക്ക് മാത്രമേ ലാസ്റ്റ് സീനും ഓൺലൈനും കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു. ഇനി ലാസ്റ്റ് സീനിന്റെ താഴെ പ്രൊഫൈൽ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അത് ഞാൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെയും ആ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും ഒരു പിക്ചർ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ അത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനനുസരിച്ചാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുക. അപ്പൊ നമ്മൾ പേഴ്സണലായ ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ 2 വ്യക്തിയോ അല്ലെങ്കിൽ 1 വ്യക്തിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാവും ആഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഇതുപോലെ എവരിവൺ ആണ് സെലക്ട് ആയി കിടക്കുന്നതെങ്കിൽ എല്ലാവരും കണ്ടുപോകും. അത് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവർക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് ആ ഒരു ഓപ്ഷനിൽ. അതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ മാത്രമേ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണേണ്ടതുള്ളൂ എങ്കിൽ ഇവിടെ ഒരുപാട് നമ്പറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് പോകണ്ടേ. അതിന് പകരം ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവിടെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ലൈനും ഒരു ടിക്ക് മാർക്കും കാണുന്നില്ലേ, അതിലിങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പം അതിൽ പ്രസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള എല്ലാ നമ്പറുകളും സെലക്ട് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ കാണേണ്ട വ്യക്തികളെ മാത്രം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഡിസേബിൾ ചെയ്യുക. ഞാനിവിടെ കുറച്ച് നമ്പറുകളെ പ്രസ് ചെയ്ത് ഡിസേബിൾ ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ താഴെ കാണുന്ന ഗ്രീൻ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ സെലക്ട് ആയി കിടക്കുന്നവർക്കൊന്നും എൻ്റെ ഫോട്ടോ കാണാൻ പറ്റില്ല. ഞാൻ ഡിസേബിൾ ചെയ്ത ആ നമ്പറുകൾക്ക് മാത്രമേ എൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈനിലും ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ആ ഗ്രീൻ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആ പ്രൊഫൈൽ ഫോട്ടോ എന്നതിന്റെ താഴെയായിട്ട് 572 കോണ്ടാക്ട്സ് എക്സ്ക്ലൂഡഡ് എന്ന് കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് എബൌട്ട് എന്നൊരു ഓപ്ഷൻ താഴെ കാണുന്നില്ലേ, അത് ഞാൻ പ്രസ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെയും അതേ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. പക്ഷെ എബൌട്ട് എന്ന ഓപ്ഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നേരത്തെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തപ്പോൾ വന്ന ആ സ്ക്രീനിൽ തന്നെ ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും മുകളിൽ എൻ്റെ പ്രൊഫൈൽ ഇൻഫോ കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ എൻ്റെ പേരിന്റെ മുകളിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ കാണുന്ന 3 ഓപ്ഷനുകളിൽ നടുവിലായിട്ട് എബൌട്ട് എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. അതിൽ ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പിന്റെ ടൈറ്റിലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിടുന്ന കാര്യത്തിനാണ് എബൌട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനത് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഇവിടെ മുകളിൽ തന്നെ കണ്ടില്ലേ, ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ബാക്ക് അടിക്കുകയാണ്. ഇനി വീണ്ടും ആ പ്രൈവസി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് ഈ സ്ക്രീനിൽ തന്നെ വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ വാട്സപ്പിന്റെ എബൌട്ട് സെക്ഷനിൽ നമ്മൾ വളരെ പേഴ്സണലായ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് ഇടാറുണ്ട്. അതും ചിലപ്പോൾ ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ ഒക്കെ കാണണമെന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷേ എവരി വൺ ആണ് സെലക്ട് ആയി കിടക്കുന്നതെങ്കിലോ ലോകം മുഴുവൻ ആ ടൈറ്റിൽ അറിയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എബൌട്ട് സെക്ഷനും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അതിന് താഴെ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് ഞാൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. അതിൽ മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതിന് താഴെ ഓൺലി ഷെയർ വിത്ത് എന്ന് കാണുന്നില്ലേ, അതിലൊരു വ്യത്യാസമുണ്ട്. മൈ കോണ്ടാക്ട് എക്സെപ്റ്റിൽ നമ്മൾ ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നുവോ ആ സെലക്ട് ആകുന്നവർക്കൊന്നും ആ വിഷയം കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഓൺലി ഷെയർ വിത്തിൽ നേരെ മറിച്ചാണ്. അതിൽ നമ്മൾ ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നുവോ അവർക്ക് മാത്രമേ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ ആ ഓൺലി ഷെയർ വിത്ത് എന്ന ഓപ്ഷനെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് നമ്പറുകളെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്കുകളാണ് ഇതുപോലെ വരിക. ഇനി ആ താഴെ കാണുന്ന റൈറ്റ് മാർക്കിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഓൺലി ഷെയർ വിത്ത് എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 7 ഇൻക്ലൂഡഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാൻ 7 പേരെയാണ് സെലക്ട് ചെയ്തത്. ഇനി മുതൽ ആ 7 പേർക്ക് മാത്രമേ എൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വീണ്ടും ബാക്ക് അടിക്കുകയാണ്. ഇനി ആ സ്റ്റാറ്റസിന് താഴെ റീഡ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിന്റെ റൈറ്റ് സൈഡിൽ അത് സെലക്ട് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ കാണുന്നത്. ഇത് എന്താണ് സംഭവമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് ഇങ്ങനെ എനേബിൾ ആയി കിടക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കോ മെസ്സേജുകൾ അയക്കുമ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ആ മെസ്സേജിന് താഴെ ബ്ലൂ ടിക്ക് വരുന്നതാണ്. എന്നാൽ നമ്മളിതാ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനെ ഡിസേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ താഴെ ബ്ലൂ ടിക്ക് വരികയില്ല. അപ്പൊ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും വെറുതെ ആവശ്യമില്ലാതെ കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിട്ട് എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല എന്ന് അവർ ചിന്തിക്കുമല്ലോ. പക്ഷെ ബ്ലൂ ടിക്ക് വരാത്തത് കൊണ്ട് നമ്മൾ കണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് അവർ കരുതിക്കോളും. ഇനി ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കണ്ടോ ഇല്ലയോ എന്നുള്ളത് ബ്ലൂ ടിക്ക് വരാത്തത് കൊണ്ട് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ലല്ലോ. മാത്രവുമല്ല നമ്മൾ സ്റ്റാറ്റസിൽ ആഡ് ചെയ്യുന്ന മെസ്സേജുകൾ മറ്റുള്ളവർ കണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ വെറുതെ നമുക്ക് കുറെ മെസ്സേജുകൾ വരുമ്പോൾ ശല്യമാകുന്ന സമയത്ത് മാത്രം നമുക്കിത് ഡിസേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലാത്ത സമയത്തൊക്കെ ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അടുത്തതായിട്ട് അതിന് താഴെ ഡിഫാൾട്ട് മെസ്സേജ് ടൈമർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ അയക്കുന്നതും അല്ലെങ്കിൽ സ്വീകരിക്കുന്നതുമായ മെസ്സേജുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റോറേജ് ഫുള്ളാകുന്ന പ്രശ്നം പരിഹരിക്കപ്പെടും, ഹാങ് ആവുന്ന പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും.
കൂടാതെ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും അത് സ്വീകരിക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും ഓപ്പൺ ആക്കാമല്ലോ. ആദ്യം നമ്മൾ ആ മെസ്സേജ് അയക്കുമ്പോൾ സ്വീകരിക്കുന്ന വ്യക്തി അത് ഒരു തവണ കണ്ടതിന് ശേഷം പിന്നെ അത് ശ്രദ്ധിക്കാതെ വിട്ടേക്കാം. പക്ഷെ പിന്നീട് ആ മെസ്സേജിനെ വീണ്ടും അയാൾ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും മിസ്യൂസ് ചെയ്യണമെന്ന് കരുതുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും അത് ഓപ്പൺ ചെയ്യാമല്ലോ. പക്ഷെ നമ്മൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് വഴി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ഡിലീറ്റ് ആയി പോകുന്നത് കൊണ്ട് പിന്നെ ആ മെസ്സേജിനെ മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ അത് നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ് കേട്ടോ. കാരണം മെസ്സേജ് കിട്ടിയാൽ അത് ഡിലീറ്റ് ആകുന്നതിന് മുമ്പ് അത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ അല്ലെങ്കിൽ മറ്റൊരു നമ്പറിലേക്ക് അയച്ചുകൊണ്ടോ അതിനെ സംരക്ഷിക്കാനും സാധിക്കും. ഇപ്പൊ ഞാൻ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പൊ അത് ഇവിടെ ഓഫ് എന്ന ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത്. എന്നാൽ മുകളിൽ 24 ഹവേഴ്സ്, 7 ഡേയ്സ്, 90 ഡേയ്സ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 ഓപ്ഷനുകളിൽ ഏത് സെലക്ട് ചെയ്തിട്ടാലും ആ സമയത്തിന്റെ ഉള്ളിൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ആ 24 ഹവേഴ്സ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു. ഇനി മുതൽ അയക്കുന്നതും സ്വീകരിക്കുന്നതുമായ മെസ്സേജുകളൊക്കെ 24 മണിക്കൂറിനുള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത മെസ്സേജുകൾ വരികയാണെങ്കിൽ അത് എന്തുകൊണ്ട് കണ്ടില്ല എന്ന് അയച്ചയാൾ ചോദിച്ചാൽ അത് ഞാൻ ഒരു ദിവസം വാട്സപ്പിൽ വന്നില്ല, അപ്പോഴേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോയി എന്ന് നമുക്ക് പറയാനുള്ള ഒരു കാരണം കൂടി ഇവിടെ കിട്ടും കേട്ടോ. ഇനി അതിന് താഴെ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉള്ള ഏതൊരു വ്യക്തിക്കും നമ്മളെ ഒരു പുതിയ ഗ്രൂപ്പിൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടൊന്നും ആയിരിക്കില്ല അധികം അവരെ ആഡ് ചെയ്യുക. അവരങ്ങോട്ട് പുതിയ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു വിടും. പിന്നെ അതിൽ നിന്ന് കുറേ ശല്യം പിടിച്ച മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ ആർക്കൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളത് ഈ ഓപ്ഷനിലൂടെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എവരിവൺ, മൈ കോണ്ടാക്ട്സ്, എക്സെപ്റ്റ് എന്ന ഓപ്ഷനുകളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈ കോണ്ടാക്ട്സ് ആണെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സിൽ ഉള്ളവർക്ക് മാത്രം. ഇനി മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് ആണെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് നമ്മൾ ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നോ അവർക്കൊന്നും നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഓപ്ഷനുകളൊക്കെ ഓൺ ചെയ്തിടുന്നത് വഴി നമുക്ക് വാട്സപ്പ് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ബൈ.